जा यारा एक बारिया, राह तकूं मैं बेचारा एक बारिया भी जा यारा एक बारिया, राह तकूं मैं बेचारा एक बारिया। കർത്താവ് അങ്ങയോട് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്വസ്തി, കർത്താവ് അങ്ങയോട് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സുവിശേഷത്തിൽ കാനായിലെ വിവാഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. ആ തിരുവചന ഭാഗം ഇപ്പോൾ ഉണ്ടായിരുന്നു. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവാൻ എന്നവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് ഇവിടെ നിന്നാണ് എന്നവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരികൾ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അതിൽ വിശ്വസിച്ചു.
ഇതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനഹൂമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. സുവിശേഷത്തിൽ കാനായിലെ അത്ഭുതം വെള്ളം വീഞ്ഞാക്കി എന്നുള്ളതാണ് പൊതുവെ നാം നമ്മോട് പറയുക. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന 6 കൽഭരണികൾ അത് നിറച്ച് വെള്ളം എടുത്തു, അത് വീഞ്ഞായി മാറി. കൃപാവരത്തിൻ്റെ 6 കൽഭരണികൾ. ഓരോ വിവാഹത്തിലും വിവാഹം വഴിയുള്ള കുടുംബജീവിതത്തിലും ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ നിറവ് ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. എനിക്കും നിനക്കും എന്ത് സമയമായിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും പരിശുദ്ധ അമ്മയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈശോ യഥാസമയം പ്രവർത്തിക്കുകയാണ്. സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നു, മറിയം അവിടെ ഉണ്ടായിരുന്നു, ഈശോയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. ഓരോ വിവാഹ ജീവിതത്തിലും കുടുംബജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും മാധ്യസ്ഥവും എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ആ സാന്നിധ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈശോയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ക്ഷണിക്കണം. ഈശോയുടെ ശിഷ്യ സമൂഹം എന്ന നിലയിൽ എല്ലാ വിശുദ്ധാത്മാക്കൾക്കും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് നാം ഇടം കൊടുക്കണം. വിശുദ്ധര് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അതുകൊണ്ടുകൂടിയാണ് നാം മാധ്യസ്ഥം അപേക്ഷിക്കുക. കഴിഞ്ഞ ദിവസം രോഗികളായി കഴിയുന്ന കുടുംബാംഗങ്ങളെക്കുറിച്ച് വായിക്കാനിടയായി. ഒരു കുടുംബത്തിലെ 4 പേരോ മറ്റോ ക്യാൻസർ രോഗികളാണ്. അവർക്ക് പരാതിയില്ല, പരിഭവമില്ല. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് രോഗത്തിലും വേദനയിലും അവർക്ക് സന്തോഷവും സമാധാനവും. പരിഭവവും ദുഃഖവും നിരാശയും വന്നാൽ ജീവിതം നമുക്ക് ഭാരമായിട്ട് തീരും. അതേസമയം ഇല്ലായ്മയിലും രോഗത്തിലും വല്ലായ്മയിലും ദാരിദ്ര്യത്തിലുമെല്ലാം നാം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടമാകുകയില്ല. നാം നിരാശരാകേണ്ടി വരികയുമില്ല. അതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുക. നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ അമ്മയ്ക്കുള്ള സ്ഥാനം എത്രയോ വലുതാണ്. നാം എത്ര പ്രായമായാലും നമുക്കൊരു വേദനയുണ്ടാകുമ്പോൾ നാം അമ്മയെ എന്ന് വിളിച്ച് കരഞ്ഞാൽ പോലും നമുക്ക് അത് തന്നെ വലിയൊരു ആശ്വാസമാണ്. അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും തലോടലൊക്കെ നമുക്കുണ്ടാകുന്ന ഒരനുഭവം ഇത് തന്നെയാണ് ആധ്യാത്മിക ജീവിതത്തിലും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും നാം ഉറപ്പുവരുത്തുക, പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഈശോയെ നാം അകറ്റി നിർത്താതിരിക്കുക. വെളിച്ചത്തോടടുക്കുമ്പോൾ നിഴല് ഇല്ലാതാകുന്നത് പോലെ നാം ഈശോയോട് അടുക്കുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നു. തിന്മയുടെ ശക്തികൾ നമ്മെ ഭരിക്കുകയില്ല, നമ്മിൽ സ്വാധീനം ചെലുത്തുകയില്ല. അതേസമയം ഈശോയിൽ നിന്ന് അകന്നു തുടങ്ങുമ്പോൾ തിന്മയുടെ ശക്തികൾ നാം അറിയാതെ നമ്മെ വലയം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുക, മാധ്യസ്ഥം അപേക്ഷിക്കുക, ഈശോയുടെ സാന്നിധ്യവും സാമീപ്യവും പ്രാർത്ഥിക്കുക എന്ന്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഷാരോന് വേണ്ടിയും മിന്നുവിന് വേണ്ടിയും നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എന്ന നിലയിൽ നമുക്ക് കടമയുണ്ട്. ഒപ്പം കുടുംബജീവിതം നയിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും നമുക്ക് വിവാഹത്തിൻ്റെ അന്നും തുടർന്നും അവരെ ഓർമ്മിക്കുമ്പോഴും
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം, വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം, വേഗന കാരണമായിട്ടുള്ള വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം എന്നും അവരോടൊപ്പം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് ശാരോനോടും മിന്നുവിനോടൊപ്പം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശംശിയായിരിക്കും. അന്തിക്കാട് കുടുംബമായ വർഗീസ് അംഗങ്ങളുടെയും സിസിലിയാന്റെയും താഴെയുള്ള മകന്റെ കല്യാണമാണ് ഇന്ന് ഞായറാഴ്ച. അതിനോടനുബന്ധമായി നടത്തുന്ന ചന്ദന ചാർത്തലും മതവെപ്പ് ചടങ്ങിലേക്കാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും ഹൃദയപൂർവ്വം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി എല്ലാവർക്കും. മണവാളൻ ചെറുക്കനെ ഇന്ന് ചെയ്യാൻ പോണ പരിപാടിയിലെ ഒരു ഉത്ഭവമാണ് പറയുന്നത്. ഒരു ചെറിയൊരു അബ്സ്ട്രാക്ട് പോലെ ഇവിടെ എത്തിച്ചേരുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി വെൽക്കം യു ഓൾ. മണവാളൻ ചെറുക്കനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചിരുത്തി തന്റെ ബന്ധുമിത്രാദികളും കൂടി എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ആശംസകളും കൂടി മണവാളൻ ചെറുക്കനെ മനസ്സിനെയും ശരീരത്തെയും കൂടുതൽ പരിശുദ്ധമാക്കി നിർമ്മലമായ ഒരു ഹൃദയത്തോടു കൂടി നാളെ കഴിഞ്ഞിട്ടുള്ള വിവാഹ വേദിയിലേക്ക് ഇവരെ ഷാരോൺ ചേട്ടനെയും മിന്നു ചേച്ചിയും ഒരുക്കി വിടുക എന്നാണ് നമ്മുടെ ഇന്നത്തെ ദൗത്യം. അതിലേക്ക് എല്ലാവരെയും ഒന്നുകൂടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തോളൂ. 1-2 ദിവസം എന്ന് പറയാൻ പറ്റില്ല. ആ 2 ദിവസം ഉണ്ടെങ്കിൽ ആ 2 ദിവസം ഫുൾ പ്രാക്ടീസ് ചെയ്ത് തകർത്ത് പെർഫോമൻസ് എടുക്കാൻ റെഡി ആയിരിക്കാണ്. അപ്പൊ ആ പരിപാടികൾ നോക്കിയത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ആന്റിമാരുടെയും അങ്കിൾമാരുടെയും അമ്മായിമാരുടെയും ചേട്ടന്മാർ ചേച്ചിമാര് കുട്ടികൾ അപ്പൊ ഇതൊക്കെ വെയിറ്റിംഗ് ആണ്. ബട്ട് ഫസ്റ്റ് നമ്മുടെ മെയിൻ അജണ്ട അതാണ് മധുരവെപ്പും ചന്ദ്രചാർത്തലാണ്. അപ്പൊ അത് നമുക്ക് വിത്തൗട്ട് ഫർദർ ഡിലേ വി ക്യാൻ സ്റ്റാർട്ട്. വേദിയിൽ അടുത്തതായി മണവാളൻ ചെറുക്കനെ എണ്ണ തേപ്പിക്കുന്ന ചടങ്ങാണ്. ഇതിനായി ഷാരോൺ ചേട്ടന്റെ പെങ്ങളായ ഷാനി ചേച്ചിയെയും അലീനായ ജിൻസൺ ചേട്ടനെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചടങ്ങ് എന്ന് പറഞ്ഞ പാട്ട് രൂപേണയാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ചടങ്ങിനും അതിനായ ഒരു പ്രത്യേകതകളുണ്ട്. നമുക്ക് ഇന്നത്തെ ചടങ്ങ് എന്ന് പറയുന്നത് എണ്ണ തേപ്പിക്കലാണ്. നമുക്കറിയാം ഓരോ നമ്മുടെ ഒക്കെ കുളി കഴിഞ്ഞാലും ജസ്റ്റ് കുളിക്കലും കൊണ്ട് ചെറിയൊരു എണ്ണ തേക്കല് നമ്മുടെ പണ്ടത്തുള്ള ഒരു ആചാരമാണ്. അതേ സെയിം സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ചേട്ടന്റെ മാനസികം അതുപോലെ തന്നെ ഈ വിവാഹത്തേക്ക് പോകുന്ന മുന്നേ ശുദ്ധീകരിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പൊ അതിനായി ഇത് ചെയ്യുന്നത് അലീനും അതുപോലെ പെണ്ണുകളാണ്. കൊയർ സെറ്റ് റെഡിയാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഇതിലാണ് നടക്കത്തില്ല. അപ്പൊ മിനു ചേച്ചിനെയും പപ്പേനെയും മമ്മീനെയും അതുപോലെ സിസ്റ്ററിനെയും I please welcome them to come forward and please be seated in the front of the stage. മിനു ചേച്ചി കണ്ടോ ഇവിടുത്തെ പരിപാടികൾ ശാരദാചേട്ടനെ നമ്മളൊരു വിധമാക്കുന്നു. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ. എങ്ങും നിറഞ്ഞ കണി അങ്ങും നാരുത്തരിക മംഗല്യമെന്നതിൻ്റെ ഭംഗി പാർവതിന് എങ്ങും നിറഞ്ഞ കണി അങ്ങും നാരുൾ തരിക ചുറ്റും ഇരിക്കും ജനം കുറ്റം കുറവു കണ്ട പെറ്റ മാതാവിനെ പോൽ കുറ്റം പൊറുത്തിടേണം ചുറ്റും ഇരിക്കും ജനം പെറ്റ മാതാവിനെ പോൽ കുറ്റം പൊറുത്തിടേണം മംഗല്യമെന്നതിൻ്റെ ഭംഗി പാർവതിന്
എങ്ങും നിറഞ്ഞ കരുണി അന്നും അരുൾ ചെയ്യുക. ചുറ്റും ഇരിക്കും ജനം കുറ്റം കുറവു കണ്ടാൽ പെറ്റ മാതാവിനെ പോൽ കുറ്റം പൊറുത്തിടണം. തന്നു പുരുഷനെന്നിട്ടെന്നെ കാരം കൊടുത്തു. കുളി കഴിഞ്ഞ് നല്ല വസ്ത്രത്തോടെ ആയിരിക്കും താലപ്പൊലി എഴുതായിരിക്കും നമ്മുടെ മണവാള ചെറുക്കൻ തിരിച്ചു വരിക. എണ്ണി കോറിച്ചു നാളിൽ ബന്ധിച്ചെഴുതിയോല പെണ്ണിനെ ചെന്നു കണ്ടു ബന്ധിച്ചു കല്യാണവും. എണ്ണി കോറിച്ചു നാളിൽ ബന്ധിച്ചെഴുതിയോല പുത്തൻ പാനയൊലയിൽ ഇരുന്നെഴുതിക്കൊണ്ട് തത്തൻ വിളിച്ചു ചൊല്ലി ശുദ്ധമാം പൂജ നേരം. പുത്തൻ പാനയൊലയിൽ ഇരുന്നെഴുതിക്കൊണ്ട് തത്തൻ വിളിച്ചു ചൊല്ലി ശുദ്ധമാം പൂജ നേരം. എന്ന മൊഴികൾ കേട്ടിട്ടെന്നെ തിരിഞ്ഞുതാതൻ തന്നു പുരുഷനെന്നി തന്നെ കാരം കൊടുത്തു. എന്ന മൊഴികൾ കേട്ടിട്ടെന്നെ തിരിച്ചുനാഥൻ തന്നു പുരുഷനെന്നി തന്നെ കാരം കൊടുത്തു. പെണ്ണിനെ ചെന്നു കണ്ടു ബന്ധിച്ചു കല്യാണവും. എണ്ണി കോരിച്ചു നാളിൽ ബന്ധിച്ചെഴുതിയോല പെണ്ണിനെ ചെന്നു കണ്ടു ബന്ധിച്ചു കല്യാണവും. എണ്ണി കോരിച്ചു നാളിൽ ബന്ധിച്ചെഴുതിയോല പുത്തൻ പാനയൊലയിൽ ഇരുന്നെഴുതിക്കൊണ്ട് തത്തൻ വിളിച്ചു ചൊല്ലി ശുദ്ധമാം പൂജ നേരം. പുത്തൻ പാനയൊലയിൽ ഇരുന്നെഴുതിക്കൊണ്ട് തത്തൻ വിളിച്ചു ചൊല്ലി ശുദ്ധമാം പൂജ നേരം. अब नहीं धड़कती दिन भी सांसें नहीं लेते अब तो आ जाओ मेरे सोनिया। बातें रह गई अधूरी मेरे लबों पे जरूरी आके सुन जाओ मेरे सोनिया। तेरे बिन नहीं लागे जिया तेरे बिन अब तो आजा पिया तेरे बिन नहीं लागे जिया। ഒരു അനുഗ്രഹവും അവര് പ്രാർത്ഥനയാണ് നൽകുന്നത്. അപ്പൊ ഇനി മധുരം കൊടുക്കാനായി നമുക്ക് അതിന്റെ പാട്ട് സ്റ്റാർട്ട് ചെയ്യാം. മധുരം കൊടുക്കട്ടെ മധുരം കൊടുക്കട്ടെ മാന്യന്മാരായുള്ള ബന്ധുക്കാരെ. മധുരം കൊടുക്കട്ടെ മധുരം കൊടുക്കട്ടെ മാന്യന്മാരായുള്ള ബന്ധുക്കാരെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലാന്ന് അമ്മായി പറഞ്ഞത് കേട്ടില്ലാന്ന്. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലാന്ന് അമ്മായി പറഞ്ഞത് കേട്ടില്ലാന്ന്. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലാന്ന് അമ്മായി പറഞ്ഞത് കേട്ടില്ലാന്ന്.
മധുരം കൊടുക്കട്ടെ മധുരം കൊടുക്കട്ടെ മാന്യന്മാരായുള്ള ബന്ധുക്കാരെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലാന്ന് അമ്മായി പറഞ്ഞത് കേട്ടില്ലാന്ന്. ഫൈനലായി മൂന്നാമത്തെ മധുരം കൊടുക്കട്ടെ മധുരം കൊടുക്കട്ടെ ഭാര്യമാരായുള്ള ബന്ധുക്കാരെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലാന്ന് കേട്ടില്ലേ പറഞ്ഞത് കേട്ടില്ലോന്ന്. മധുരം കൊടുക്കട്ടെ മധുരം കൊടുക്കട്ടെ മാന്യന്മാരായുള്ള ബന്ധുക്കാരെ. ആ ആ ആ आज सजया है वे सारा शहर, आज हो गई आवे रब दी महर। हाय सजया है वे सारा शहर, आज हो गई आवे रब दी महर। अखियां चो डिगदे हंजू खुशियां दे, तेरी बन जाना अज तू सजना वे। अखियां चो डिगदे हंजू खुशियां दे, तेरी बन जाना अज तू सजना वे। खुशियां दा चढ़िया अज वेला वे, सारेयां ने नचना सारेयां ने गाना वे। खुशियां दा चढ़िया अज वेला वे, सारेयां ने नचना सारेयां ने गाना वे। सखियां ने सजना है मैं भी सवरना है, अज दिन चढ़िया तेरे नाम दा वे। सखियां ने सजना है मैं भी सवरना है, अज दिन चढ़िया तेरे नाम दा वे। दिल नहीं लगता है वे आके तू ले जावे, मैं तेरे इंतजार च तक दिया राह। എല്ലാരും ചൊല്ലണേ എല്ലാരും ചൊല്ലണേ ഷാരോന്റെ കല്യാണമാ നാളെ ഷാരോന്റെ എല്ലാവരും ഓരോരുത്തർ വരുന്നതാണ് മധുരം കൊടുക്കാനായിട്ട്. ചൊണ്ടെന്നു വാങ്ങണം മുണ്ടോ മോറിക്ക് പൂത്താലി കെട്ടിടണം. വാങ്ങണം മുണ്ടോ മോറിക്കണം പൂത്താലി കെട്ടിടണം. ഇത്ര നാൾ കാത്തില്ലേ മാറന്നില്ലേ മറ്റന്നാളാവട്ടെടാ നിന്റെ കല്യാണം മറ്റന്നാളാ. First of all, I would like to invite നമ്മുടെ കുട്ടി പട്ടാളംസ് of our family. അത് ആദ്യം വരുന്നത് നമ്മുടെ ഫിയോണ, ഒലീവിയ, ആൻഡ്രിയ. Please come forward for giving a wonderful dance performance.
അടുത്തതായി ഒരു ഡബിൾ ഡാൻസ് ആയില്ല എല്ലാവരുടെയും. അപ്പൊ അടുത്ത് നമ്മുടെ വരുന്നത് കപ്പിൾ ഡാൻസുകളാണ്. So let's try to spaghetti on stage. മനുഷ്യനായ കുറച്ചൊരു നാം വേണം.
ഇതെന്തൊരു ശല്യം. പ്രോഗ്രാം സോങ് വെച്ചതോ
दिल का दरिया बह ही गया, इश्क इबादत बन ही गया। खुद को मुझे तू सौंप दे, मेरी जरूरत तू बन गया। बात दिल की नजरों ने की, सच कह रहा तेरी कसम। तेरे बिन अब न लेंगे एक भी दम, तुझे कितना चाहने लगे हम।
ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് 20 മിനിറ്റ്സ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ആരെങ്കിലും ഈ ഡാൻസ് കളിക്കേണ്ടവർ എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരും കൂടി ഡാൻസ് ഫ്ലോറിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്.